GSTR 1 പറ്റിയുള്ളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. GSTR 1-ൽ 2 പുതിയ ടേബിൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ നമ്പർ 14 സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, ടേബിൾ നമ്പർ 15 സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5. ഇതിൽ സപ്ലൈസ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 അത് നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഗുഡ്സോ സർവീസോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സപ്ലൈസിൽ സപ്ലയറോ റെസിപ്പിയൻറ്റോ അല്ല GST അടയ്ക്കേണ്ടത്, മറിച്ച് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. അങ്ങനത്തെ സപ്ലൈസ് ടേബിൾ നമ്പർ 15 കാണിക്കണം. ടേബിൾ നമ്പർ 14 നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി നടത്തിയിട്ടുള്ള സപ്ലൈസ് അതൊക്കെ നമ്മൾ ഇതിൽ കാണിക്കണം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ GSTR 3Bയിൽ മുൻപ് തന്നെ ഒരു ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിൾ നമ്പർ 3.1.1 സപ്ലൈസ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഓഫ് ദി CGST ആക്ട്. അതായത് സപ്ലൈസ് മെയ്ഡ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററായിട്ട് മറ്റുള്ളവരുടെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നു. അത് സെക്ഷൻ 9 സബ്സെക്ഷൻ 5-ൽ വരുന്ന സപ്ലൈസാണ്. അങ്ങനത്തെ സപ്ലൈസിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അങ്ങനത്തെ ഐറ്റംസ് ഓട്ടോ പോപ്പുലേറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 2 ടേബിളുകൾ ടേബിൾ നമ്പർ 14 ടേബിൾ നമ്പർ 15 ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ജനുവരി മാസത്തെ GSTR 1 മുതൽ പ്രാബല്യത്തിൽ വരും. ജനുവരി മാസത്തെ GSTR 1 മുതൽ ഈ 2 ടേബിൾ കൂടി ആഡ് ചെയ്യും. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.